ഓരോ ബേഡിനെയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പേ ഇത് കൊടുക്കുന്നത് നന്നാവും. അപ്പൊ നമ്മൾ 30 ml ധാരാളം കേട്ടോ. കാരണം 600 ml ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബേഡ്സിന് നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം നല്ലതാണ്, തേൻ അധികമായാൽ ബേഡ്സ് ഡെഡാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു. ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. കവറിങ് അത്രയും സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അയച്ചു തരുന്നത്. നമ്മൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സ് ടെക്കി. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല കേട്ടോ. നമ്മളെ കുറച്ചായി നമ്മളെ ബേഡിയൊക്കെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു ബേഡ് വന്നിട്ട് ചെറിയ ഇൻഫെക്ഷൻ നമ്മളെ കേജിലൊക്കെ വന്നിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ബേഡിങ് സ്റ്റോപ്പ് ആയിരിക്കുന്നു. നമ്മൾ രണ്ടാമത് റീബ്രീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ബേഡ്സിന് പേനിൻ്റെ ഒരു മെഡിസിൻസ് കൊടുക്കാറുണ്ട്. AIL ഇൻസെക്ട് ലിക്വിഡേറ്റർ ഉണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് ഇയേഴ്സ് മുമ്പാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പം എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബേഡിന്റെ ബ്രീഡിങ്ങിന് മുമ്പ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ബേഡിനൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് നല്ലതാണ്. കാരണം പേന കാര്യങ്ങളിലേക്ക് തന്നെ ബേഡ്സ് ഒന്നുകൂടി ഗ്രോത്ത് ആവും. കാരണം ഇവർ ബേഡിന്റെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ് മിനറൽസും പേൻ വലിച്ചെടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് 6 മാസം കൂടുമ്പോൾ മെഡിസിൻ ചെയ്യാറുണ്ട്. നമ്മൾ 2 മെഡിസിൻസാണ് ചെയ്യാറ്. ഒന്ന് സ്കാറ്റും പിന്നെ ഒന്ന് AIL എന്ന AVEN ഇൻസെക്ട് ലിക്വിഡേറ്റർ എന്ന 2 മെഡിസിനാണ് നമ്മൾ മെയിനായി ചെയ്യാറ്. പിന്നെ നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഐവർമെക്സിന്റെ ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനോട് ചെയ്യാറ്. അപ്പൊ ഇന്ന് AIL യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോയിലേക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് തൊട്ടുള്ള ബെല്ലേക്ക് നിങ്ങൾ മാർക്ക് കിട്ടും. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോയിലേക്ക്. അപ്പൊ നല്ല കേസ് നമ്മൾ ഇവരൊക്കെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് റൊസെല്ല, റംബ്, അതുപോലെ ഷോബജീസ്, ഹെലികോപ്റ്റേഴ്സ്, കൊനൂർച്ചാട്, ഇവരൊക്കെ ബ്രീഡിങ് നമ്മളെല്ലാം സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്രീഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവരൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവരൊക്കെ നമ്മൾ ഫൈൻ വിട്ടിരിക്കുകയാണ് വെറുതെ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ സെറ്റിൽ ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കേജ് കാര്യങ്ങൾ ആദ്യം ഡീവാം ചെയ്ത്, ഇവരൊക്കെ ഡീവാം ചെയ്തിരിക്കണം കേട്ടോ. ഇവരെല്ലാവരും ഡീവാം ചെയ്ത്, ഗ്രേനർ ഡീവാം ചെയ്ത്, കൊന്നൂസുകളൊക്കെ ഡീവാം ചെയ്ത്, ഇത് പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മൾ ഡീവാം ചെയ്തിട്ടാണ് നിർത്തിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഡീവാം ചെയ്തതാണ്. ഇവരിൽ എഗ് ഉണ്ട്, ഡീവാം ചെയ്ത് അപ്പോൾ തന്നെ എഗ് ചെയ്ത് ഡീവാം ചെയ്ത് കണ്ടോ. ഇവരൊക്കെ നമ്മൾ കേജ് ക്ലോസ് ചെയ്തിട്ടിരിക്കുക കണ്ടോ. 2-3 കേജ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് AIL. ഇത് നമ്മൾ 30 ml ആട്ടോ മേടിച്ചത്. AVEN ഇൻസെക്ട് ലിക്വിഡേറ്റർ എന്നാണ് എൻ്റെ മെഡിസിൻ്റെ പേര്. വെറ്റഫാമിൻ്റെ ആണ്. അപ്പോൾ ഇത് 30 ml, അതായത് 950 ml വെള്ളത്തിലേക്ക് 50 ml ആണ് ഇതിന്റെ കണക്ക്. അതായത് 30 ml എന്ന് വെച്ചാൽ ഏകദേശം ഒരു 600 ml വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ 30 ml ധാരാളം കേട്ടോ. കാരണം 600 ml ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബേഡ്സിന് നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ബോക്സിന്റെ ഉള്ളിലേക്ക് അടിക്കരുത്. എഗ് ചെയ്ത് കിടക്കുന്ന ബേഡാണെങ്കിൽ ബോക്സിന്റെ ഉള്ളിലേക്ക് അടിക്കാതിരിക്കാൻ എപ്പോഴും സൂക്ഷിക്കണം. കാരണം വെച്ചാൽ അത് ഡേഞ്ചർ ആണ്. പിന്നെ ഒരു എഗ് കിടക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബേഡിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. ട്രേ അടക്കം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഇത് ബേഡ്സിന് മേത്ത് മാത്രം നമ്മൾ യൂസ് ചെയ്തു. കാരണം അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മൾ ബേഡ്സിന് മേത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അതർവൈസ് ഞാൻ ചെയ്യാറ് വെച്ചാൽ നമ്മൾ ആ വെർക്കോണ്ട മെഡിസിൻ എടുത്തിട്ട് സകലമായ ബേഡ്സിനും ട്രേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡൈലൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കറക്റ്റ് അളവ് പാത്രം ഉണ്ട് കേട്ടോ. അത് എല്ലാം തന്നെ കഴുകി നീറ്റാക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ അളവ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിലൊക്കെ എന്താ സ്ഥിതി അറിയാൻ പറ്റില്ല. ഇതുപോലെ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്ന പാത്രം കേട്ടോ. മെഡിസിൻസ് അതിൻ്റെയൊക്കെ മെഷർമെന്റ് എടുക്കുന്ന പാത്രമാണ്. ഓക്കെ, ഇത് എപ്പോഴും ലൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ നല്ല ഹെവിയിൽ വെക്കരുത്. ഈ ഒരു ഫോഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഹെവി ഫോഴ്സിൽ ഒരിക്കലും അടിക്കരുത്. അപ്പം നമുക്ക് സാധനം ഒരുപാട് വേണ്ടി വരും. ഇത് യൂസ് ചെയ്യുന്ന മുമ്പ് ആദ്യം അളവ് എടുക്കാം കേട്ടോ. നമ്മൾ 600 ml ആണ് പറഞ്ഞത്. കാരണം നമ്മൾ 30 ml മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എപ്പോഴും ബോട്ടിലായിട്ടാണ് കിട്ടുക. നമുക്ക് പിന്നെ ഇത് തരുന്നവരുണ്ട് കേട്ടോ, ലൂസായി തരുന്നവരുണ്ട്. ബോട്ടിലായിട്ട് മേടിച്ചാൽ നമുക്ക് നഷ്ടമാണ്. 600 ml നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ മെഡിസിൻ AIL ആണ് മെഡിസിൻ. അതിലേക്ക് നേരെ എൻ്റെ പൊടിച്ചിരിക്കുക. അത്രയും കവറിങ് അത്രയും സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അയച്ചു തരുന്നത്. നമ്മൾ ഓരോ ബേഡിനെയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പേ ഇത് കൊടുക്കുന്നത് നന്നാവും. എപ്പോഴും ഇതൊന്ന് ചെയ്ത് വരുന്നത് നന്നാവും. കാരണം വെച്ചാൽ ഒരു അടയ്ക്ക കിടക്കുന്ന സമയത്തൊക്കെ, ഇൻക്യുബേഷൻ കിടക്കുന്ന സമയത്തൊക്കെ നല്ല വൃത്തിക്ക് പേന കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പേന അധികമായാൽ ബേഡ്സ് ഡെഡാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു. പേന കാരണം എൻ്റെ ബേഡ്സ് ഡെഡായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, കയറി നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അന്ന് എൻ്റെ കേജിൽ പേൻ വന്നത്.
ഓക്കെ, ഇത് കറക്റ്റ് 30 ml ആണ്. ആഡ് ചെയ്ത് കൊടുക്കും. ഏകദേശം വലിയ രീതിയിലൊന്നും ഷെയ്ക്ക് ചെയ്യണ്ട, ഒന്ന് ഡൈലൂട്ട് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നമ്മൾ ഇതിനൊക്കെ ഈ ചെറിയ സ്പെയർ തന്നെ യൂസ് ചെയ്യാറ്. പിന്നെ മറ്റേ വലിയത്, അതായത് നമ്മളല്ലേ വിർക്കോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേജ് ഫുള്ള് ഡിസിൻഫെക്ഷൻ ചെയ്യണം. ആ സമയത്ത് നമ്മൾ വലിയ ഡിസിൻഫെക്ഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ട്രൗസർ കയറിപ്പോവും. ഇനി ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ സാധനമൊക്കെ ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനുള്ള വെള്ളവും ഫുഡും എടുത്ത് മസ്റ്റായിട്ട് മാറ്റി വെക്കണം, ഈ സെക്ഷനിലൊക്കെ വരുന്നവരുത് കേട്ടോ. അത് അതിന് വെച്ചതാട്ടോ. നല്ല വൃത്തിക്ക് കുറച്ചാവുന്ന രീതി, വലിയ രീതിയിലേക്ക് ഒരു മേത്താവരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും മേത്തും ചെയ്ത് കൊടുക്കും കേട്ടോ. അതല്ലെങ്കിൽ ഓള് ഇറങ്ങിയിട്ടുണ്ട്, ഫീമെയിൽ ഓള് അഗ്ഗിയത് ഇറക്കാണ്. രണ്ടാളും മേത്ത് നല്ല വൃത്തിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ അത് നനഞ്ഞാൽ മതി, അതിന് മാത്രം വേണ്ട, കുളിപ്പിക്കുന്നുണ്ട്, ജസ്റ്റ് നനഞ്ഞിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ അടിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഹെലികോപ്റ്റേഴ്സിനെ അടിച്ചിട്ടുണ്ട്, റൊസലിനെ അടിച്ചിട്ടുണ്ട്. റൊസലിനെ ഞാൻ പിന്നെ വീഡിയോ കാണിക്കാത്ത വെച്ചാൽ നല്ല വൃത്തിക്ക് അടിച്ചിൽ പണി കിട്ടും. അപ്പോൾ ഓരോ മേത്ത് കറക്റ്റ് അടിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ റൊസല്ല. പിന്നെ കൊനൂർസലാണ് നമുക്കുള്ള, പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊനൂർസൽ കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഒരു മേത്ത് നായാൽ മതി, അധികം ക്വാണ്ടിറ്റി വരാത്ത രീതിയിൽ. ഇത് നമ്മളെ പൈനാപ്പിളാണ്, ഇതൊക്കെ അടുത്ത എഗ്ഗിന് വേണ്ടി കിടക്കാം കേട്ടോ. അപ്പം അതിനുമ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാവും. ഇതിന് മെയിൻ വള്ളി കേസിൽ വെച്ചാൽ എന്താ അറിയോ, ഈ ഫുഡ് എടുത്ത് മാറ്റി വെക്കല കേട്ടോ. അത് ഭയങ്കര ചൊറ. പിന്നെ അടിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ബേഡ്സിനും ഒരേ ഫെതറിൽ ചെയ്യണം കേട്ടോ. എന്തൊക്കെ വെച്ചാൽ ഇപ്പോൾ മുട്ടിട്ട് എടുക്കുന്നവരാണ്, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു സ്പ്രേ, രണ്ട് സ്പ്രേ ചെയ്താൽ മതി. കാരണം മുട്ടയിടാനുള്ളവർക്കും മുട്ടിട്ട് കിടക്കുന്നവർക്കൊക്കെ രണ്ട് സ്പ്രേ. പുറത്ത് വന്ന് 2 സ്പ്രേ. കാരണം ഈ സമയം നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. ഈ സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഈ സമയത്ത് ബേഡ്സിന് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അധികം എല്ലാവർക്കും അടിക്കുന്ന വീട് എടുക്കാൻ വെച്ചാൽ ഞാൻ അടിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ടാവും. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് എല്ലാവരും. ഇപ്പം നമ്മളെല്ലാത്തിനും ഫുഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഇപ്പോൾ 2 കറി എടുത്ത് വെച്ചാണ് അറിയാലോ, ഫുഡ് എടുത്ത് മാറ്റി. ഇവർക്ക് കൊടുത്തില്ല അല്ലേ, ബാക്കി എല്ലാവരും എടുത്ത്. ഇത് നമ്മൾ ചെയ്യുന്നത് മസ്റ്റാണ്. ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഒന്നുകൂടി റിസൾട്ട് കിട്ടിയത് ഏലാണ് മെഡിസിൻ തന്നെ കേട്ടോ. നമ്മൾ ഈ ബേഡ്സൊക്കെ ഇത്ര ഗ്രോത്ത് ആവാൻ കാരണം എന്താ വെച്ചാൽ കറക്റ്റ് മെഡിസിൻസ്, കറക്റ്റ് സപ്ലിമെന്റ്സ് പോകുന്നതുകൊണ്ടാട്ടോ. കറക്റ്റ് മെഡിസിൻസ് കാരണം ഇപ്പോൾ ഓരോപ്പോൾ ഫ്ലൈങ് കേജിലേക്ക് വിട്ടിട്ടാണ് കറക്റ്റ് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ബേഡ്സൊക്കെ ഇത്രയും ഗ്രോത്ത് ആയി കിടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ബ്രീഡിങ്ങിന് കയറ്റുന്നതിന് മുമ്പേ നമ്മൾ സ്കാറ്റ് ഒന്നുകൂടി കൊടുക്കും, അതിന് ശേഷമാണ് ബ്രീഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. പിന്നെ ഈ മെഡിസിൻ ലൂസ് കിട്ടാനാണെങ്കിൽ ആ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരെ ഡയറക്റ്റ് മെസ്സേജ് വരും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ ആ കോൺടാക്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ദയവായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ മാർക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ.